ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇതാ 2025 അങ്ങേക്കുള്ള ദൈവത്തിൻ്റെ സന്ദേശം ഞാൻ പറയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ സന്ദേശം കേൾക്കുന്നവർക്കായി അങ്ങെനിക്കൊരു പുതുവത്സര സന്ദേശം തരണമേ. 2025 അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റുവാനുള്ള താക്കോൽ സന്ദേശം ഇതാ ദൈവം തന്നത്. ഭാഗം 1, മത്തായി 16:15. നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു. അർത്ഥം, എൻ്റെ വിരോധികൾ എന്തു വേണമെങ്കിലും പറയട്ടെ, അവിശ്വാസികൾ എന്തു വേണമെങ്കിലും പറയട്ടെ. യേശു നിങ്ങളോടും ചോദിക്കുകയാണ്, 2025 പറ്റി നിങ്ങൾക്ക് എന്തു തോന്നുന്നു, എന്തു പറയുന്നു, എന്ത് പ്രതീക്ഷിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു? സാഹചര്യം നോക്കിയല്ല, വർത്തമാനപത്രക്കാരും ജ്യോതിഷക്കാരും എന്തു പറയുന്നു എന്നതുമല്ല, ധനകാര്യ വിദഗ്ധന്മാർ എന്തു പറയുന്നു എന്നതുമല്ല, പ്രവാചകന്മാർ എന്തു പറയുന്നു എന്നതുമല്ല. നിങ്ങളുടെ 2025 എപ്രകാരമായിരിക്കും? 2025 നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ സഭയ്ക്ക് എപ്രകാരമായിരിക്കും എന്ന് പറയുന്നു എന്ന് യേശു ക്രിസ്തു ചോദിക്കുന്നു. എന്ത് കരുതുന്നു എന്നല്ല, എന്തു പറയുന്നു. അതെ, നിങ്ങൾ കരുതിക്കൊണ്ടേയിരിക്കാമെങ്കിൽ, വിചാരിച്ചു കൊണ്ടേയിരിക്കാമെങ്കിൽ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്നത് ആ വിചാരധാരയിലെ വിചാരങ്ങളായിരിക്കും. നിങ്ങൾ വിചാരിക്കുകയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കും. മുൾപ്പടർപ്പിൽ മോശ ദൈവത്തെ കണ്ടു. മോശ ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ പേരെന്താണ്? പുറപ്പാട് 3:13. 14 യഹോവയായ ദൈവം അതിന് മറുപടി പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. എബ്രായ ഭാഷയിൽ അർത്ഥം വിശകലനം ചെയ്താൽ ഇപ്രകാരം പറയാമെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു, ഞാൻ എന്തായിരിക്കണമോ അതാണ് ഞാൻ. കുറെ കൂടി സരളമായി പറഞ്ഞാൽ, ഞാൻ എന്തായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതായിരിക്കും ഞാൻ. അർത്ഥം, ഞാൻ നിൻ്റെ ആരോഗ്യമായിരിക്കും എന്ന് നീ വിചാരിച്ചാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ വെൽവിഷർ, അഭ്യുദയകാംക്ഷി ആയിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ പരിപാലകൻ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ നടത്തിത്തരുന്നവൻ ആണെന്ന് നീ വിശ്വസിച്ചാൽ, നീ കരുതിയാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ സുരക്ഷിതത്വം ആയിരിക്കുമെന്ന് നീ വിചാരിച്ചാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ സമാധാനദായകനാണെന്ന് നീ കരുതിയാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ നിനക്കായിട്ട് ജോലി തേടിത്തരുന്നവനാണെന്ന് നീ വിശ്വസിച്ചാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെയും കുടുംബത്തിൻ്റെയും കാരണവർ, ചെലവ് നടത്തിത്തരുന്നവൻ ആണെന്ന് നീ വിശ്വസിച്ചാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ ആരോഗ്യമായിരിക്കുമെന്ന് വിശ്വസിച്ചാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ അഭിവൃദ്ധി, പ്രോസ്പെറിറ്റി ആയിരിക്കുമെന്ന് വിശ്വസിച്ചാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ കുടുംബവർദ്ധനവ് നടത്തിത്തരുന്നവനാണെന്ന് നീ വിശ്വസിച്ചാൽ ഞാൻ അതായിരിക്കും. ഞാൻ നിൻ്റെ സമ്പത്ത് വർദ്ധിച്ച് തരുന്നവനാണെന്ന് വിശ്വസിച്ചാൽ, പ്രോസ്പെറിറ്റി തരുന്നവനാണെന്ന് വിശ്വസിച്ചാൽ ഞാൻ അതായിരിക്കും. എന്നാൽ അതിന് പകരം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിലും നിനക്ക് കഷ്ടവും നഷ്ടവും ഞെരുക്കവും മരണവും അപകടവും അനർത്ഥവും കണ്ണുനീരും രോഗവും ശോഷിപ്പും പരാജയവും തകർച്ചയും ആയിരിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് സംഭവിക്കും. നിങ്ങൾ അങ്ങ് എന്താണോ വിശ്വസിക്കുന്നത്, പറയുന്നത്, പ്രതീക്ഷിക്കുന്നത്, അത് സംഭവിക്കുന്നു. ആരെ കുറ്റം പറയണം? ഇതാ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദൈവവചനം. സദൃശവാക്യം 23:7. ഒരുവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആയിരിക്കുന്നു. എന്നോട് വായിക്കാം. ഒരുവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുമെന്നല്ല, ആയിത്തീരുമെന്നുമല്ല, ആകുന്നു. കണക്ക് കൂട്ടുമ്പോഴേ, ആലോചിക്കുമ്പോഴേ അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ എൻ്റെ കൂടപ്പിറപ്പേ, സഹോദര സഹോദരി, ഒരു കടലാസ് എടുത്ത് 2025 നിങ്ങൾക്ക് അങ്ങേക്ക് എന്തു സംഭവിക്കും, ദൈവം എന്തു ചെയ്തു തരും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് എഴുതുക. ദൈവത്തിൽ നിന്നും ഒരനുഗ്രഹം ചോദിച്ചു വാങ്ങുവാനുള്ള ആത്മീയ അനുഗ്രഹം സ്വന്തമാക്കുന്നതിൻ്റെ തത്വം പറയട്ടെ. അതെ, ബലമായി ചോദിച്ചു വാങ്ങി പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് യേശു പഠിപ്പിച്ചതല്ലേ മത്തായി 11:12. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഇതിൻ്റെ തത്വം മത്തായി 8:5-13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വേഗത്തിലൊന്ന് ശ്രദ്ധിക്കാം. 1, ദൈവം ഇത് ചെയ്തു തരുമെന്ന്
ആ ശതാധിപന് അറിയാമായിരുന്നു. ഓർക്കണം, അവൻ ഒരു അന്യജാതിക്കാരനും യഹൂദന്മാരെ അടിച്ചും ഭീഷണിപ്പെടുത്തിയും ഭരിക്കുന്ന റോമൻ പട്ടാള കമാൻഡറാണ്. പക്ഷേ അവൻ യഹൂദ പ്രമാണികളുമായി സംസാരിച്ച് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സത്യദൈവത്തെപ്പറ്റിയും അവൻ്റെ വചനത്തെപ്പറ്റിയുമുള്ള പരിജ്ഞാനം പ്രാപിച്ചിരുന്നു. ലൂക്കോസ് 7 കൂടി ഒത്തുനോക്കണം. ചുരുക്കത്തിൽ, ഞാൻ വിശ്വസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, യേശു ഒരു വാക്ക് പറഞ്ഞാൽ യേശു അത് ചെയ്തു തരുമെന്നുള്ള തിരുവചന ജ്ഞാനം അവൻ പ്രാപിച്ചിരുന്നു. ഇതാ ഒന്നാമത്തെ തത്വം. നിങ്ങളുടെ ആവശ്യം അതെന്തു തന്നെ ആയിരുന്നാലും ദൈവം എനിക്ക് ചെയ്തു തരുമെന്ന് ഉള്ള അതിനു ആധാരമായിട്ടുള്ള ദൈവവചനം അവൻ കണ്ടിരിക്കണം. അറിവുള്ളവരോട് ചോദിച്ച് അറിഞ്ഞിരിക്കണം. യേശു അതാണ് ആദ്യമായി ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ ചെയ്തത്. യേശുവിൻ്റെ പക്കൽ യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കാൻ കൊടുത്തു. അവൻ അവനെപ്പറ്റി എഴുതിയിരുന്ന ഭാഗം ആ വലിയ പുസ്തകത്തിലെ ചുരുളിൽ നിന്നും കണ്ടുപിടിച്ചു. ലൂക്കോസ് 4:17 മുതൽ 19 വരെ. ദരിദ്രൻ, യേശു ഇപ്രകാരമാണ് വായിച്ചത്: ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ശ്രദ്ധിച്ചു കേട്ടോ. യേശുക്രിസ്തു തന്നെപ്പറ്റി എഴുതിയിരുന്ന വേദഭാഗം കണ്ടുപിടിച്ചു. ഉറക്കെ പറഞ്ഞു. യേശുവിൻ്റെ ശുശ്രൂഷ അവൻ കണ്ടുപിടിച്ച വേദഭാഗം പോലെ, അവൻ പറഞ്ഞതുപോലെയുള്ള വേദഭാഗം പോലെ തന്നെ ആയിരുന്നു. അതിനാൽ 2025 നിങ്ങൾക്ക് എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിന് ആധാരമായ വാഗ്ദത്ത വാക്യം തിരുവചനത്തിൽ നിന്നും കണ്ടുപിടിക്കുക. തത്വം 2, അത് ഉദ്ധരിച്ച് അവകാശപ്പെടുക. വാക്യം മത്തായി 8:6 ലൂക്കോസിൻ്റെ 7, 4, 5 എടുത്ത് വായിക്കണം കേട്ടോ. തത്വം 3, അവൻ പ്രതീക്ഷിക്കുന്നത് യേശുക്രിസ്തുവിനോട് പറഞ്ഞു. മത്തായി 8:8. അപ്പം നമ്മളും പ്രതീക്ഷിക്കുന്ന യേശുവിനോട് പറയണം. 4, പറയണം. 4, ശതാധിപൻ വിശ്വസിച്ചത് അവന് സംഭവിച്ചു. യേശുവിൻ്റെ വിശ്വാസമല്ല, യഹൂദ പ്രമാണികളുടെ വിശ്വാസവുമല്ല പ്രാർത്ഥിച്ചവൻ്റെ വിശ്വാസം, ചോദിച്ചവൻ്റെ വിശ്വാസം, പറഞ്ഞവൻ്റെ വിശ്വാസം. സാധാരണ വിശ്വാസമല്ല, അസാധാരണമായ, സാധ്യമാകുവാൻ സാധ്യമല്ലാത്ത കാര്യം യേശുവിൻ്റെ ഒറ്റ വാക്കിനാൽ, റേമായാൽ മുഴുവനായി സാധിച്ചു കിട്ടുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം. പ്രിയ കൂടപ്പറപ്പേ, സഹോദര സഹോദരി, 2025 നിങ്ങൾക്ക് വേണ്ടത് ദൈവം ചെയ്തു തരുമെന്ന് അതിനാധാരമായ ദൈവവചനം വാഗ്ദത്തം കണ്ടുപിടിക്കുക. അത് പറയുക, സംഭവിക്കുവോളം പറയുക. ദൈവവചനം വാക്ക് പറയുന്നു. വാക്ക് പറഞ്ഞവൻ ചെയ്തു തരുമെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്നത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ലഭിക്കും എന്ന് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. യേശു പറഞ്ഞ വാചകം ഓർമ്മയിരിക്കട്ടെ. ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടത്, നിങ്ങളുടെ മനസ്സ് പറയുന്നത് വിശ്വസിക്കണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസിൻ്റെ സുവിശേഷം 5:36 ആംപ്ലിഫൈഡ് ബൈബിൾ ഇങ്ങനെയാണ്: ഡു നോട്ട് ബി അഫ്രെയ്ഡ്, ഓൺലി കീപ്പ് ഓൺ ബിലീവിങ് ഇൻ മീ ആൻഡ് മൈ പവർ. അതെ, ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെ തന്നെയാണ്. ആളുകൾ പറയുന്നത് കേട്ട്, നിൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് ഭയപ്പെടരുത്. എന്നിലും നിൻ്റെ ആശയ്ക്കെതിരെ സംഭവിച്ചതും മാറ്റിമറിച്ച് തിരുത്തി എഴുതി നിൻ്റെ നന്മയ്ക്കാക്കി തീർക്കുവാൻ എനിക്ക് കഴിയും, എൻ്റെ ശക്തിക്ക് കഴിയും എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം. 2025 നിങ്ങളുടെ അങ്ങയുടെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയ കൂടപ്പിറപ്പേ, ഈ സന്ദേശം നിങ്ങൾക്ക് ആയിരുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചതുപോലെ അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ സഹോദരൻ ബ്രദർ PG വർഗീസ്.